ഇനി നമുക്ക് പോകാനുള്ള റംലാജിയിലേക്കാണ്. റംലാജി മാധ്യമം പത്രവുമായി നമുക്കൊപ്പം ചേരുന്നു. നന്ദി മനോജേട്ടാ. ഏവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് മാധ്യമ ദിനപത്രത്തിലെ ഏതാനും വാർത്തകളിലൂടെ മാധ്യമം പ്രധാന വാർത്തയായി കൊടുത്തിരിക്കുന്നത് ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇടപെട്ട് ഹൈക്കോടതി പൂർണ്ണ രൂപം വേണം എന്ന് ആവശ്യപ്പെടുന്നു. കുറ്റകൃത്യം വെളിപ്പെടുകയും ബോധ്യപ്പെടുകയും ചെയ്താൽ ചില വ്യവസ്ഥകൾ ഉണ്ടല്ലോ എന്ന് സർക്കാരിനോട് കോടതി ചോദിക്കുന്നു. കേസെടുക്കാൻ നിയമ തടസ്സമില്ല എന്ന് മന്ത്രി ബാലഗോപാൽ പറയുന്നു. ഡോക്ടർമാരോട് സുപ്രീം കോടതി പറയുന്നു സമരം നിർത്തി ജോലിക്ക് കയറൂ. ഡൽഹിയിൽ നിന്നും സമരം നിർത്തി ഡോക്ടർമാർ എത്രയും പെട്ടെന്ന് ജോലിയിൽ തിരികെ പ്രവേശിക്കണമെന്നും പാവപ്പെട്ട രോഗികളെ വഴിയാധാരമാക്കരുതെന്നും സുപ്രീം കോടതി. ഡോക്ടർമാരുടെ സുരക്ഷയിലും ക്ഷേമത്തിലുമാണ് കോടതിയുടെ ആശങ്കയെന്നും കേവലം മാർഗനിർദ്ദേശങ്ങൾക്കപ്പുറത്ത് ഇത് സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ തന്നെ പുറപ്പെടുവിക്കുമെന്നും കൊൽക്കത്ത ബലാത്സംഗ കൊലയിൽ സ്വമേധയാ എടുത്ത കേസിൽ ബെഞ്ച് വ്യക്തമാക്കി. എത്രയും പെട്ടെന്ന് ജോലിയിൽ തിരികെ കയറാൻ ഡോക്ടർമാരോട് ആവശ്യപ്പെട്ട ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് സമരം മൂലം സർക്കാർ ആശുപത്രിയെ ആശ്രയിക്കുന്ന പാവം രോഗികൾ കഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാക്കരുതെന്ന് ഓർമ്മിപ്പിച്ചു. അതേസമയം രാജ്യമൊട്ടുക്കും സമരത്തിനിറങ്ങിയ ഡോക്ടർമാർക്കെതിരെ പ്രതികാര നടപടികൾ സ്വീകരിക്കരുതെന്നും അങ്ങനെയുണ്ടായാൽ ഇടപെടുമെന്നും ഉത്തരവിൽ സുപ്രീം കോടതി വ്യക്തമാക്കി. വ്യാഴാഴ്ചത്തെ ഈ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതുവരെ സമരത്തിന്റെ പേരിൽ നടപടി അരുതെന്നാണ് ബെഞ്ച് ആവശ്യപ്പെട്ടത്. ബാലികയെ തിരികെ എത്തിക്കാൻ പോലീസ് എന്ന് പറഞ്ഞ കഴക്കൂട്ടത്ത് നിന്നും കാണാതായ ബാലിക വിശാഖപട്ടണത്ത് കണ്ടെത്തിയ 13-കാരിയുമായി ബന്ധപ്പെട്ട വാർത്ത കൊടുത്തിട്ടുണ്ട്. അടുത്ത മാസം KSRTCക്ക് ശമ്പളം ഒറ്റത്തവണ നൽകാൻ കഴിയുമെന്ന് KB ഗണേഷ് കുമാർ പറയുന്നു. വരും മാസങ്ങളിലും ജീവനക്കാർക്ക് 1-ാം തീയതി ശമ്പളം കൊടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. അതിനുള്ള നടപടികൾ പൂർത്തിയായി വരികയാണ്. ദീർഘദൂര സർവീസുകളിൽ യാത്രക്കാർക്ക് മികച്ച സൗകര്യം ഒരുക്കാനുള്ള നീക്കങ്ങൾ അന്തിമഘട്ടത്തിലാണെന്നും മന്ത്രി പറഞ്ഞു. കശ്മീരിൽ കോൺഗ്രസുമായി കൈകോർത്ത് നാഷണൽ കോൺഫറൻസ് CPM-ഉം സഖ്യത്തിലുണ്ടാകുമെന്ന് സൂചന. വഖഫ് ബിൽ JPCയിൽ ഒറ്റപ്പെട്ട് BJP. ഡൽഹിയിൽ നിന്നും ഹസനുൽ ബന്ന നൽകുന്ന റിപ്പോർട്ടാണ്. വഖഫ് ഭേദഗതി ബില്ലിന്മേൽ പ്രതിപക്ഷ MP-മാർ ഉന്നയിച്ച പരാതികൾ മുഖവിലക്കെടുക്കണമെന്ന് NDA ഘടകകക്ഷിയായ തെലുഗുദേശം പാർട്ടി ആവശ്യപ്പെട്ടതോടെ കേന്ദ്ര സർക്കാർ രൂപവൽക്കരിച്ച സംയുക്ത പാർലമെന്ററി സമിതി അഥവാ JPC പ്രഥമ യോഗത്തിൽ BJP ഒറ്റപ്പെട്ടു. വഖഫ് ഭേദഗതി ബില്ലിനോട് മുസ്ലിം സമുദായത്തിനുള്ള കടുത്ത എതിർപ്പ് ഇന്ത്യ MP-മാർ പ്രതിഫലിപ്പിക്കുക കൂടി ചെയ്തതോടെ BJPയുടെ നില പരിങ്ങലിലായി. ഇതേ തുടർന്ന് വഖഫുമായി ബന്ധപ്പെട്ട മുസ്ലിം സമുദായത്തിലെ മുഴുവൻ സംഘടനകളുമായും വ്യക്തികളുമായും കൂടിയാലോചന നടത്തുമെന്ന് JPC അധ്യക്ഷനും BJP MP-യുമായ ജഗദാംബിക പാൽ ഉറപ്പു നൽകി. സമിതി ഈ മാസം 30-ന് അടുത്ത യോഗം ചേരും. അന്താരാഷ്ട്രീയ വാർത്തകളിലേക്ക് കടക്കുകയാണെങ്കിൽ കനിവില്ലാതെ ഇസ്രയേൽ, ഗതികെട്ട് ഫലസ്തീനികൾ. വെസ്റ്റ് ബാങ്കിലും ഖാൻ യൂനിസിലും ദ അൽ ബലാഹിലുമായി നടന്ന കര വ്യോമ ആക്രമണങ്ങളിൽ 25 പേർ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു. ഖത്തർ പ്രധാനമന്ത്രി ഇറാനിലേക്ക് പുറപ്പെടുന്നു. റഷ്യൻ സൈനിക വ്യോമതാവളം ആക്രമിച്ച യുക്രൈൻ സൈനിക വ്യോമതാവളത്തിൽ നിന്ന് തീ ഉയരുന്നതിന്റെ ഉപഗ്രഹങ്ങൾ പകർത്തിയ ചിത്രങ്ങൾ നാസ പുറത്തുവിട്ടു. ഷെയ്ഖ് ഹസീനയുടെ നയതന്ത്ര പാസ്പോർട്ട് റദ്ദാക്കി എന്നൊരു വാർത്ത ധാക്കയിൽ നിന്നുമുണ്ട്. തെറ്റുപറ്റിയില്ലെന്ന് തെളിയിക്കുമെന്ന് KK ലതിക കോഴിക്കോട് പറയുന്നു. കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതിനപ്പുറം ഒന്നും പറയാനില്ലെന്നും തെറ്റുപറ്റിയില്ലെന്ന് നിയമപരമായി തെളിയിക്കുമെന്നും മുൻ MLA KK ലതിക മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അവർ. റിബേഷിനോ ഇടതുപക്ഷത്തെ ആർക്കെങ്കിലുമോ ഇതിലൊന്നും പങ്കുണ്ടാവില്ല. ഒരു തരത്തിലുള്ള വർഗീയ പരാമർശങ്ങളും തെരഞ്ഞെടുപ്പ് സമയത്ത് ഉണ്ടാവരുതെന്ന നിർദ്ദേശം ഉണ്ടായിരുന്നതാണ്. കൂടുതൽ കാര്യങ്ങൾ റിബേഷ് പറയാത്തതിന് കാരണമുണ്ടാകും എന്നല്ല അവർ പറയുന്നു. സുപ്രീം കോടതി വിധി സംവരണ വിഭാഗങ്ങൾക്ക് അവസരം കിട്ടാൻ ചട്ട ഭേദഗതി വേണ്ടിവരും എന്ന് E ബഷീർ തിരുവനന്തപുരത്ത് നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു. സംവരണ വിഭാഗങ്ങളിൽ യോഗ്യതയുള്ളവരെ മെറിറ്റിൽ പരിഗണിക്കണമെന്ന സുപ്രീം കോടതി വിധി കേരളത്തിലെ PSC നിയമനങ്ങളിലും നടപ്പാക്കാൻ നിലവിലെ റൊട്ടേഷൻ ചട്ടങ്ങൾ ഭേദഗതി ചെയ്യേണ്ടി വരും. ഉദ്യോഗ നിയമനങ്ങളിൽ സംവരണ വിഭാഗങ്ങളെ ഓപ്പൺ കോട്ടയിൽ അവസരം നിഷേധിച്ച് സംവരണ ടേണിൽ ഒതുക്കുന്നത് നിലവിലെ റൊട്ടേഷൻ സംവിധാനമാണ് എന്ന് പറഞ്ഞ് വിശദമായി ആ ഒരു വാർത്ത പോകുന്നു. നിയമനങ്ങളിലും ഫ്ലോട്ടിംഗ് രീതി വേണം എന്നെല്ലാം പറഞ്ഞാണ്. പ്രൊഫഷണൽ പ്രവേശനത്തിൽ ഒരു സ്ഥാപനത്തിൽ സംവരണത്തിലും മറ്റൊന്നിൽ ഓപ്പണിലും പ്രവേശനം കിട്ടുന്നയാളുടെ ഓപ്പൺ സീറ്റ് ആദ്യ സ്ഥാനത്തേക്ക് മാറ്റുകയും സംവരണ സീറ്റിൽ മറ്റൊരാൾക്ക് പ്രവേശനം നൽകുകയും ചെയ്യുന്നതാണ് ഫ്ലോട്ടിംഗ് രീതി എന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്.
ഉരുൾപൊട്ടൽ പുനരധിവാസത്തിന് 5 സ്ഥലങ്ങൾ നിർദ്ദേശിച്ച സമിതി റിട്ടയർഡ് ശാസ്ത്രജ്ഞൻ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്ഥലങ്ങൾ നിർദ്ദേശിച്ചത് എന്ന് കൽപ്പറ്റയിൽ നിന്നും ഒരു വാർത്ത. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കേസിൽ സർക്കാരിൽ ഭിന്നത എന്ന് പറഞ്ഞ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ധാരാളം വാർത്തകളുണ്ട്. കോടതി ഇടപെട്ടതോടെ സമ്മർദ്ദം മുറുകി. സിനിമ കോൺക്ലേവ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മാത്രം ചർച്ച ചെയ്യാനല്ല എന്ന് മന്ത്രി പറയുന്നു. പ്രചരിക്കുന്നത് സങ്കുചിത രാഷ്ട്രീയ താല്പര്യമെന്ന് മന്ത്രി MP രാജേഷ്. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ സർക്കാർ നിലപാട് വ്യക്തമാണെന്നും ഇപ്പോൾ പ്രചരിക്കുന്നത് സങ്കുചിത രാഷ്ട്രീയ താല്പര്യമാണെന്നും മന്ത്രി MP രാജേഷ് ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാർ ആരെയും സംരക്ഷിക്കില്ല, അങ്ങനെ ഒരു ക്രെഡിറ്റ് വേണ്ട. ബോളിവുഡിലടക്കം മീറ്റു പോലെ വെളിപ്പെടുത്തൽ ഒരിടത്തും ഒരു ചർച്ചയും വന്നില്ല. ഒരു കമ്മിറ്റിയെ വെക്കണമെന്ന് പോലും പറഞ്ഞില്ല. ആരും പറയാതെ തന്നെ കേരളത്തിലെ സർക്കാർ ഈ നിലപാട് സ്വീകരിച്ചു. സർക്കാർ നിയോഗിച്ച കമ്മിറ്റി മുന്നോട്ട് വെച്ച നിർദ്ദേശത്തെ ഗൗരവത്തോടെ കാണുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഇത്തരം കേസുകളിൽ നേരത്തെ പരാതി വന്നപ്പോൾ വലിപ്പച്ചെറുപ്പമില്ലാതെ മുഖം നോക്കാതെ നടപടി എടുത്തിട്ടുണ്ട്. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ നിയമപരമായ നടപടി സർക്കാർ സ്വീകരിക്കും എന്നെല്ലാം MP രാജേഷ് പറയുന്നു. സാന്ദ്ര തോമസ്, ലിജോ ജോസ് പല്ലിശ്ശേരി, അതുപോലെ ഉഷ ഹസീന ഇവരൊക്കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി അവരുടെ ഭാഗം പറയുന്നുണ്ട്. ക്ഷേത്രത്തിനകത്ത് ഷർട്ടും പാന്റും നടപടി വേണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ട ഒരു വാർത്തയും കൊടുത്തിരിക്കുന്നു. കൊച്ചിയിൽ നിന്ന് ക്ഷേത്രത്തിനകത്ത് പാന്റ് ഷർട്ടും ധരിച്ച് പ്രവേശിച്ച ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ഹൈക്കോടതി. തിരുനാവായയാണ് ഈ സംഭവം. മറ്റൊരു ഹർജിയുടെ ഭാഗമായി വീഡിയോ പരിശോധിക്കുന്നതിനിടെയാണ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഷർട്ടും പാന്റും ധരിച്ച് നാലമ്പലത്തിലേക്ക് ശ്രീകോവിലിനകത്ത് പ്രവേശിക്കുന്നത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് എന്ന് പറയുന്നു. നഴ്സറി കുട്ടികൾ ലൈംഗിക അതിക്രമത്തിന് ഇരയായ സംഭവം വിമർശനവുമായി ബോംബെ കോടതി. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ ഉത്തരവ് എന്ന വാർത്ത മാധ്യമവും വിശദമായി കൊടുത്തിരിക്കുന്നു. ചർച്ചയിലൂടെ സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് മോദി പറയുന്നു. പോളണ്ട് സന്ദർശനം പൂർത്തിയാക്കി മോദി ഉക്രൈനിലേക്ക്. കേന്ദ്രത്തോടും ബംഗാളിനോടും സുപ്രീം കോടതി പറയുന്നു, ബലാത്സംഗ കൊല രാഷ്ട്രീയവത്കരിക്കേണ്ട. കൊൽക്കത്ത ആർജിക്ടർ ആശുപത്രിയിലെ യുവ ഡോക്ടറുടെ ബലാത്സംഗ കൊല രാഷ്ട്രീയവൽക്കരിക്കേണ്ടെന്ന് സുപ്രീം കോടതി. സുപ്രീം കോടതിയുടെ വാദത്തിനിടെ കേന്ദ്രവും ബംഗാളും പ്രത്യാരോപണങ്ങൾ ഉന്നയിച്ചപ്പോഴാണ് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ സുപ്രീം കോടതി ബെഞ്ച് ഇക്കാര്യം ഓർമ്മിപ്പിച്ചത് എന്നും വിശദമായ വാർത്ത. സെൻസസ് നടപടി ത്വരിതപ്പെടുത്തി സർക്കാർ. ജാതിക്കായി കോളം, കേന്ദ്രത്തിൽ തിരക്കിട്ട ചർച്ചകൾ എന്ന് ഡൽഹിയിൽ നിന്നും ഒരു വാർത്ത. GST നികുതി സ്ലാബുകളിൽ തൽസ്ഥിതി തുടരണമെന്ന് GST കൗൺസിലിന് മുമ്പായി ചേർന്ന നികുതി ഘടന പരിഷ്കാരങ്ങൾക്കുള്ള GST സമിതി. കേരളമടക്കം സംസ്ഥാനങ്ങൾ നികുതി സ്ലാബുകൾ പരിഷ്കരിക്കാനുള്ള സർക്കാർ നീക്കത്തെ യോഗത്തിൽ എതിർത്തു. ധനമന്ത്രി KN ബാലഗോപാൽ യോഗത്തിൽ പങ്കെടുത്തു എന്നൊരു വാർത്ത ഡൽഹിയിൽ നിന്നും. പാർട്ടി പതാക പുറത്തിറക്കി വിജയ്. തന്റെ രാഷ്ട്രീയ ജൈത്രയാത്ര തുടങ്ങിയതായും നല്ലത് നടക്കുമെന്നും വിജയം സുനിശ്ചിതമാണെന്നും തമിഴക വെട്രിക്കഴകം പ്രസിഡന്റും നടനുമായ വിജയ് വ്യാഴാഴ്ച രാവിലെ ചെന്നൈ പനയൂരിലെ ആസ്ഥാന ഓഫീസിൽ പതാക പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുകളിലും താഴെയും ചുവപ്പ് നിറം, മധ്യഭാഗത്ത് മഞ്ഞ പതാക ഉയർത്തിപ്പിടിച്ച് വിജയ് നിൽക്കുന്ന ഒരു ഫോട്ടോ കൊടുത്തിരിക്കുന്നു. വഖഫ് ബില്ലിനെ എതിർക്കുമെന്ന് NDA ഘടകകക്ഷികൾ. ബിൽ JPC കടന്നാലും പാസാക്കാൻ കേന്ദ്രത്തിന് പ്രതിബന്ധമേറും എന്നും പറയുന്നു. ലഹരി കേസുകളും. പാലക്കാട് ജില്ലയിൽ ഇന്നലെ ലഹരി കേസ് 2 മാസത്തിനിടെ പിടിയിലായത് 219 പേർ. 210 അബ്കാരി കേസുകളിലും 44 മയക്കുമരുന്ന് കേസുകളിലുമായാണ് ഇത്രയും പേരെ അറസ്റ്റ് ചെയ്തത്. ഓണം എക്സൈസ് സ്പെഷ്യൽ ഡ്രൈവ് സെപ്റ്റംബർ 20 വരെ എന്നെല്ലാം പറഞ്ഞ പാലക്കാട് നിന്നും ഒരു വാർത്തയുണ്ട്. ഭിന്നശേഷിക്കാർക്ക് UDID കാർഡ് ജില്ലയിൽ ലഭിച്ചത് 28,787 പേർക്ക്. ആനുകൂല്യങ്ങൾ ലഭിക്കാൻ കാർഡ് നിർബന്ധമാണ് എന്ന് പാലക്കാട് ജില്ലയിൽ നിന്നും ഒരു വാർത്ത. ലാൻഡ് ട്രൈബ്യൂണൽ തഹസീൽദാരുടെ വാഹനത്തിൽ നിന്ന് 1.5 ലക്ഷത്തോളം രൂപ പിടികൂടി. ഏജന്റുമാരിൽ നിന്ന് ഫയലുകളും പട്ടയത്തിനുള്ള ഓർഡർ കോപ്പിയും പിടികൂടി എന്നൊരു വാർത്ത പാലക്കാട് നിന്നുമുണ്ട്. ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിനോട് നിർദ്ദേശം. കൊൽക്കത്തയിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഡോക്ടർമാരുടെ സുരക്ഷയ്ക്കായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സെക്രട്ടറി, സംസ്ഥാന ചീഫ് സെക്രട്ടറിമാരുടെയും
DGP-മാരുടെ യോഗം വിളിച്ച് ക്രമസമാധാനം ഉറപ്പാക്കണമെന്ന് സുപ്രീം കോടതി. ഒരാഴ്ചയ്ക്കുള്ളിൽ യോഗങ്ങൾ പൂർത്തീകരിക്കണം. സൗജന്യമായി KSRTC ബസ് നൽകുന്നത് നിർത്തി എന്നൊരു വാർത്ത മന്ത്രി ഗണേഷ് കുമാർ പറയുന്നു. അലനല്ലൂരിൽ നിന്ന് ഇന്നലെ വന്ന ഒരു വാർത്തയുടെ ഫോളോ അപ്പ് ആണ്. KSRTC ബസ്സുകൾ സൗജന്യമായി നൽകാൻ വകുപ്പില്ലെന്നും അങ്ങനെ നൽകുന്നത് നിർത്തിയെന്നും ബസ്സുകൾ വിറ്റ കാശ് തൊഴിലാളി ക്ഷേമത്തിന് ഉപയോഗിക്കുമെന്നും ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഭീമനാട് ഗവൺമെന്റ് UP സ്കൂളിൽ KSRTC ലോ ഫ്ലോർ ബസ് ഉപയോഗിച്ച് സജ്ജീകരിച്ച വായന വണ്ടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അതേസമയം ഭീമനാട് ഗവൺമെന്റ് UP സ്കൂളിന് സൗജന്യമായി ലോ ഫ്ലോർ ബസ് അനുവദിച്ച മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജുവിനെ KB ഗണേഷ് കുമാർ അഭിനന്ദിച്ചു എന്ന് പറഞ്ഞ് ചിത്രസഹിതമുള്ള ഒരു വാർത്ത. ഹായ് ഗൈസ്, ഇതാ റോണോയുടെ ചാനൽ. ഒറ്റ ദിവസം കൊണ്ട് 1.5 കോടി സബ്സ്ക്രൈബേഴ്സുമായി ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞ് വിശദമായി ചിത്രസഹിതമുള്ള ഒരു വാർത്തയുമുണ്ട്. ഇത്രയൊക്കെയാണ് മാധ്യമ ദിനപത്രത്തിൽ നിന്നും പങ്കുവയ്ക്കാനുള്ള വാർത്തകൾ. ഏവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നന്ദി.